പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ലൈസൻസ് ഇല്ലാതെ ട്രാക്ടർ ഓടിച്ചതിന് ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രനെതിരെ പരാതി നൽകിയ ആൾക്കെതിരെ സൈബർ ആക്രമണം. എറണാകുളം ശ്രീമൂലനഗരം സ്വദേശി മുഹമ്മദ് ഫസലിനെതിരെയാണ് സൈബർ ആക്രമണം. കെ സുരേന്ദ്രനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്ന് മുഹമ്മദ് ഫസൽ വ്യക്തമാക്കുകയും ചെയ്തു. ശ്രീകുമാരൻ വിവരങ്ങൾ മാറ്റുന്നു. ശ്രീത്ത്, അന്ന് കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ ട്രാക്ടർ റാലിയിൽ ഒരു ട്രാക്ടർ ഓടിക്കുകയായിരുന്നു, അല്ലാതെ ഒരു ഫോട്ടോ ഓപ്ഷൻ മാത്രമായിരുന്നില്ല കെ സുരേന്ദ്രൻ ചെയ്തത്. അപ്പോൾ അതിൽ കൂടുതൽ നടപടി ഫസൽ ആവശ്യപ്പെടുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഫസലിനെതിരെ സൈബർ വേട്ട? തീർച്ചയായും ആഷ്മി, അതിൽ കൂടുതൽ നടപടി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇന്നലെ പാലക്കാട് SP നൽകിയ മറുപടി കത്തിൽ പറഞ്ഞിട്ടുള്ളത് സുരേന്ദ്രന് മതിയായ രേഖകളില്ല, ലൈസൻസ് ഇല്ലാതെ തന്നെയാണ് സുരേന്ദ്രൻ ഈ ട്രാക്ടർ ഓടിച്ചത്. അത് നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ സുരേന്ദ്രനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് തയ്യാറായിട്ടില്ല. ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകിയിരുന്നു. അവരും യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. ഈ ഉടമയ്ക്ക് പിഴയിട്ടിരുന്നു 5000 രൂപ എന്നതല്ലാതെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഫസൽ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. മറ്റു തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു പുതിയ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്നലെ ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നു, ഫസലിന്റെ പ്രതികരണം നമ്മൾ പുറത്തുവിടുന്നു. അതിനുശേഷം ശ്രീമൂലനഗരം സ്വദേശിയും അതുപോലെ തന്നെ എറണാകുളം SFI മുൻ ജില്ലാ സെക്രട്ടറിയുമായ മുഹമ്മദ് ഫസലിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് സൈബർ ഇടത്തിൽ നടക്കുന്നത്. അത് ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞാണ് അത്തരത്തിൽ പേരൊക്കെ വെച്ച് സൈബർ ആക്രമണം നടത്തുന്നത്. എന്തായാലും മുഹമ്മദ് ഫസൽ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്, ആ പ്രതികരണം നമ്മുടെ പക്കലുണ്ട്, വ്യക്തമാക്കുന്നത് നിയമപരമായ നടപടി സ്വീകരിക്കും. ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയതിനാണ് ഇത്തരത്തിൽ തനിക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത്. സുരേന്ദ്രനെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ടും സൈബർ ആക്രമണത്തിൽ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ടും കൂടുതൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ശ്രീമൂലനഗരം സ്വദേശിയും എറണാകുളത്തെ SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെയായ മുഹമ്മദ് ഫസൽ വ്യക്തമാക്കുന്നത്. കെ സുരേന്ദ്രനെതിരെ എന്തായാലും ഇതുവരെ നടപടിയെടുത്തില്ല. ട്രാക്ടർ ഓടിച്ചത് പക്ഷേ ലൈസൻസ് ഇല്ലാതെയാണെന്ന് പാലക്കാട് SP വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, ശ്രീകുമാരനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പോലീസ് തന്നെ പറയുന്നത് സുരേന്ദ്രന് ട്രാക്ടർ ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ പിഴ ട്രാക്ടർ ഉടമയ്ക്ക് ഈടാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പരാതിക്കാരനെതിരെ സൈബർ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് മുഹമ്മദ് ഫസൽ പറയുന്നത്. എന്തായാലും അതിനെതിരെയും പരാതിയുമായി പോകുമെന്നും പറയുന്നു ഈ പരാതിക്കാരൻ.